എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഫൈബറൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു സ്മൂത്തി തന്നെയാണ് ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല കിടുവായിട്ടുള്ള ഒരു സ്മൂത്തിയും കൂടിയാണ്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്മൂത്തിയും കൂടിയാണ്. ഈ ചൂടത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ വയറൊക്കെ നല്ല കൂളായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഒരു ഗ്ലാസ് കുടിച്ചാൽ വയറ് നിറയുകയും ചെയ്യുന്ന അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയും കൂടിയാണിത്. കലോറി വളരെ കുറഞ്ഞതും ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതുമായ പംകിൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്മൂത്തി തയ്യാറാക്കിയെടുക്കുന്നത്. എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിളും കൂടിയാണല്ലോ. ഇത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്മൂത്തി നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഒരു കപ്പ് അളവിൽ പംകിൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ക്യാരറ്റുമാണ് എടുത്തേക്കുന്നത്. ഇവ രണ്ടും നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മത്തനൊക്കെ വെന്ത് കിട്ടാനായിട്ട് അധികം സമയമൊന്നും എടുക്കത്തില്ലല്ലോ. ഒരു വിസിലടിപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഒരു വിസിലടിപ്പിച്ച് ഈ ഒരു കൂട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് അളവിൽ പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പാലൊന്ന് തിളപ്പിച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. മത്തനും ക്യാരറ്റും വേവിച്ച് നല്ലതുപോലെ ചൂടൊക്കെ ആറിക്കിട്ടിട്ടുണ്ട്. അത് വേവിക്കാനെടുത്ത വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 8 പീസോളം ആൽമണ്ട്സ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 പീസോളം ഡേറ്റ്സ് കുതിർത്തതാണ്. ആദ്യം നമുക്കിവ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. ഡേറ്റ്സും അതുപോലെ തന്നെ ആൽമണ്ട്സും ഒക്കെ നല്ല രീതിയിലൊന്ന് അരിഞ്ഞ് കിട്ടണം. ഈ ഒരു രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. അടിച്ചെടുത്ത സ്മൂത്തി ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. മത്തങ്ങയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ മത്തങ്ങ ഡെയിലി ഡയറ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലത് തന്നെയാണ്. ഈ സ്മൂത്തി തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പംകിൻ സീഡ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് തന്നെ തയ്യാറാക്കുക. വളരെയധികം ആരോഗ്യ ഗുണമുള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ് മത്തങ്ങ. മത്തങ്ങയും അതിൻ്റെ കുരുവും നമ്മുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലത് തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതിൽ ഒരു ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്മൂത്തി തയ്യാറാക്കുന്നത് കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ. ഞാനിവിടെ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നട്ട്സൊക്കെ ചോപ്പ് ചെയ്തത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഷുഗറോ ഒന്നും ചേർക്കാതെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി തയ്യാറാക്കി എടുത്തേക്കുന്നത്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്നത് തന്നെ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു സ്മൂത്തി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് പങ്കുവെച്ച് കൊടുക്കാനായിട്ട് മറന്നു പോകല്ല്. അടുത്ത ദിവസം ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.